ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കാൻ ഇസ്രയേൽ അമേരിക്കയോട് ബങ്കർ ബസ്റ്റർ ബോംബ് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർത്തെറിയുകയാണ് ലക്ഷ്യം. എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബ്? നോക്കാം. ഇറാനെ തകർക്കാൻ ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധം വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ. ബങ്കർ ബസ്റ്റർ ബോംബുകളായ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററാണത്. കൂറ്റൻ പാറകളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള ബോംബുകളാണിവ. 20 അടി നീളവും 30,000 പൗണ്ട് ഭാരവുമുള്ള MOPക്ക് 200 അടി ഉയരമുള്ള പാറകളെ വരെ നശിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിവരം. ഇറാൻ പർവ്വതങ്ങൾക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ അമേരിക്കയുടെ ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ ശേഷിയുള്ളൂ. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ ആണവേതര ബോംബുകളാണ് GBU-57A-B എന്നറിയപ്പെടുന്ന ബങ്കർ ബസ്റ്ററുകൾ. ഏകദേശം 2400 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടനാത്മകമായ പേലോഡുകളെയാണ് ബങ്കർ ബസ്റ്ററുകൾ വഹിക്കുന്നത്. ഏകദേശം 2000ന്റെ തുടക്കത്തിൽ മിസൈൽ നിർമ്മാണത്തിൽ പ്രധാനികളായ ഗ്രമ്മാനും ലോക്ഹീഡ് മാർട്ടിനും ചേർന്നാണ് MOP ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. പിന്നീട് സാങ്കേതിക തടസ്സങ്ങളാൽ നിർത്തിവെക്കുകയായിരുന്നു. 2003 ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസിയും വ്യോമസേന ഗവേഷണ ലബോറട്ടറിയും ചേർന്ന് പദ്ധതി പുനരുജ്ജീവിപ്പിച്ചു. 2004 പ്രാരംഭ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. 2012 MOP ഉപയോഗിച്ച് കൂടുതൽ പരീക്ഷണങ്ങളും നടന്നു. പാറ, കോൺക്രീറ്റ്, മണ്ണ് തുടങ്ങിയവയിൽ തുളച്ചുകയറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ബോംബുകൾ പൊട്ടിത്തെറിക്കുക. ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കുന്നതിനായി GPS സംവിധാനം ഉൾപ്പെടെ ഇവയിൽ ഉണ്ടായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.